ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ 4 ചാപ്റ്റേഴ്സ് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തത് 3 L's ഓഫ് എംപവർമെന്റ് എന്ന് പറഞ്ഞുള്ള ഒരു സ്പീച്ച്, രണ്ടാമതായിട്ട് എനി വുമൻ എന്ന് പറഞ്ഞുള്ള ഒരു പോം, മൂന്നാമതായിട്ട് മാത്സ് ബോക്സ് എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് സ്റ്റോറി, ആൻഡ് ഫൈനലി സുധാമൂർത്തിയുടെ അനക്ഡോട്ട് ആയിട്ടുള്ള ഹൊറിഗല്ലു. ഈ 4 ചാപ്റ്റേഴ്സ് ആയിരുന്നു ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ള 4 ചാപ്റ്റേഴ്സ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന കുറച്ച് എക്സാം പോയിന്റുകളും അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ദി മോസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻസ് എന്താണെന്നുള്ളത് കാണിച്ചു തരലുമാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് 3 L's ഓഫ് എംപവർമെന്റ് എന്ന് പറഞ്ഞ ക്രിസ്റ്റീൻ ലഗാർഡയുടെ ഒരു സ്പീച്ച് ആയിരുന്നു. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും പ്രധാനമായിട്ടും നോക്കിയിട്ട് പോകേണ്ട കുറച്ച് പോയിന്റുകൾ അല്ലെങ്കിൽ എക്സാം പോയിന്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യത നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 1 essay ആണ്, 2 സ്പീച്ചാണ്, എഡിറ്റോറിയൽ അങ്ങനെ ചോദിക്കാറില്ല, 3 സെമിനാർ റിപ്പോർട്ട് അല്ലെങ്കിൽ പാനൽ ഡിസ്കഷന്റെ റിപ്പോർട്ട് ചോദിക്കാറുണ്ട്, പിന്നെ റൈറ്റപ്പ്, ഡിബേറ്റ്, പാരഗ്രാഫ് റൈറ്റിംഗ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന കുറച്ച് എക്സാം പോയിന്റുകൾ ഞാൻ കാണിച്ചു തരാം. ഒന്നാമതായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ വുമൺ എംപവർമെന്റ് അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തിനെ കുറിച്ചാണ് പറയുന്നത്. സോ വുമൺ എംപവർമെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ സൊസൈറ്റി എന്ന് നമുക്ക് പറയാം. സ്ത്രീ ശാക്തീകരണം നമ്മുടെ സമൂഹത്തിൽ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. പക്ഷേ അവിടെ പ്രശ്നമായിട്ട് വരുന്നത് വുമൻ ആർ നോട്ട് ഗിവൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ തുല്യ അവസരങ്ങൾ പലപ്പോഴും സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെടുന്നു നമ്മുടെ സമൂഹത്തിൽ. ഇനി ഇതിനുള്ള ഒരു സൊല്യൂഷൻ ആയിക്കൊണ്ടാണ് ഈ 3 എല്ലുകൾ അവതരിപ്പിക്കുന്നത്. ഇതൊരു പ്രപ്പോസിഷനാണ്, ക്രിസ്റ്റീൻ ലഗാർഡയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രപ്പോസിഷനാണ്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് വിദ്യാഭ്യാസത്തിനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ ലേണിങ്ങിനെ കുറിച്ചിട്ടാണ്. ലേണിംഗ് ആണ് എംപവർമെന്റിന്റെ ബേസ് എന്ന് പറയുന്നത്, ശാക്തീകരണത്തിന്റെ ബേസ് എന്ന് പറയുന്നത്. ഇനി എഡ്യൂക്കേഷൻ ഹെൽപ്സ് വിമൻ ബിക്കം ഇൻഡിപെൻഡന്റ്. സ്ത്രീകളെ കുറച്ചും കൂടെ സ്വതന്ത്രരാക്കാനും അവർക്ക് കുറച്ചും കൂടെ ഭദ്രത കൊടുക്കാനും എഡ്യൂക്കേഷനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഫ്രീഡം കൊടുക്കുന്നത് ലേബർ ആണ്. അതാണ് രണ്ടാമത്തെ എൽ എന്ന് പറയുന്നത്. ഒന്ന് ലേണിംഗ് ആണ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, രണ്ടാമത്തത് ലേബർ ആണ്. ലേബറിൽ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിമൻ ആർ ഓഫൻ പെയ്ഡ് ലെസ് ദൻ മെൻ. അവിടെ ഒരു ഇനീക്വാലിറ്റി വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ജെൻഡർ ഗ്യാപ്പ് വരുന്നുണ്ട്. പലപ്പോഴും സ്ത്രീകൾ എന്താ പറയുക, അവരുടെ കോമ്പറ്റൻസിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ലെസ് പെയ്ഡ് ആണ് എന്നുള്ളതാണ് ക്രിസ്റ്റീൻ ലഗാർഡ പറയുന്നത്. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഇസ് നെസസറി. ഇതിനൊരു സൊല്യൂഷൻ ആയിട്ട് പറയുന്നത് തുല്യമായിട്ടുള്ള വേതനമാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള സാമ്പത്തിക ഭദ്രതയാണ് സ്ത്രീകൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. മൂന്നാമതും ഏറ്റവും അവസാനത്തെയും എല്ലാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ലീഡർഷിപ്പ് ഹെൽപ്സ് വിമൻ യൂസ് ദെയർ എബിലിറ്റീസ്. ഈ അവരുടെ എഡ്ജ് ഓവേഴ്സ് എല്ലാം അല്ലെങ്കിൽ അവർക്ക് പലപ്പോഴും കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഒരു പ്രാധാന്യം കൂടുതലുണ്ട് അല്ലെങ്കിൽ ഒരു മുൻതൂക്കം കൂടുതലുണ്ട്. ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ലീഡർഷിപ്പാണ്. വുമൻ ഷുഡ് ബി കോൺഫിഡൻറ്റ് ആൻഡ് ടേക്ക് റിസ്ക്. പക്ഷെ പലപ്പോഴും അവർക്ക് ഈ ഒരു സെൽഫ് കോൺഫിഡൻസ്, സ്വയമേയുള്ള വിശ്വാസം ഇല്ലാത്തത് കാരണം അവർ മുന്നിലേക്ക് വരാറില്ല. ആൻഡ് സൊസൈറ്റി മസ്റ്റ് സപ്പോർട്ട് വുമൻസ് ഗ്രോത്ത്. സ്ത്രീകളുടെ ഇത്തരം വളർച്ചകളെ സമൂഹം എന്തായാലും പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്നിടത്താണ് നമ്മുടെ ഈ ഒരു സ്പീച്ച് എൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യുന്നത്. സോ ഇത്രയും പോയിന്റ്സ് അല്ലെങ്കിൽ 10 എക്സാം പോയിന്റുകൾ ഞാൻ പറയുന്നുള്ളൂ. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുവിധം എല്ലാ എന്താ പറയുക എസ്സേ, റൈറ്റപ്പ്, പാരഗ്രാഫ് റൈറ്റിംഗ്, സ്പീച്ച് പോലെയുള്ള ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാൻ പറ്റും. കൂടുതൽ പോയിന്റ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഷോർട്ട് സമ്മറി കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു പോമായിരുന്നു എനി വുമൻ എന്ന് പറഞ്ഞ കാത്തറിൻ ടൈനന്റെ ഈ ഒരു കവിതയായിരുന്നു നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായത്. ഇതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് അപ്രിസിയേഷൻ അല്ലെങ്കിൽ പോം കമ്പാരിസൺ ആണ്. അതായത് ഇതേ തീമിൽ വരുന്ന വേറൊരു കവിത നിങ്ങൾക്ക് തരും, എന്നിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള എനി വുമനും അതേ തീമിൽ വരുന്ന മറ്റൊരു കവിതയായിട്ട് കമ്പയർ ചെയ്യാൻ ചോദിക്കും. ഒന്നാമത്തെ ടൈപ്പ്. ഇനി ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ, ചില സമയത്ത് അത് റിവ്യൂ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത് ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ തന്നെയാണ് ചോദിക്കാറുള്ളത്. അതൊരു 5 മുതൽ 6 മാർക്കിനെ വരെ പ്രതീക്ഷിക്കാം. ലൈൻസ് ഇലാബറേറ്റ് ചെയ്യാം, ഒരു 4 or 8 വരികൾ തന്നിട്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കും. പാരഗ്രാഫ് റൈറ്റിംഗ് എൻ്റെ അവസാനം ഏറ്റവും സാധ്യത കുറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിലൊരു അമ്മക്ക് നമ്മളൊരു ഇമെയിൽ അല്ലെങ്കിൽ ഒരു ലെറ്റർ എഴുതാൻ ചോദിക്കുന്നത് സാധ്യത കുറവുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതിൽ നിന്ന് എന്തൊക്കെയാണ് പോയിന്റുകൾ നമ്മൾ പഠിക്കേണ്ടത്? ഒന്നാമതായിട്ട് ദ പോം ഷോസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വുമൻ ഇൻ എ ഫാമിലി. ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു സ്ത്രീയുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു അമ്മയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. വുമൻ ഈസ് എ പില്ലർ ഓഫ് ദി ഹൗസ്. ആ പില്ലർ എന്ന് പറയുന്നത്, ഒരു തൂണ് എന്ന് പറയുന്നത് ആ വീടിനൊരു സപ്പോർട്ടാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിനൊരു റിജിഡിറ്റിയാണ് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വീടിനെ സപ്പോർട്ട് ചെയ്യുന്നത്, വീടിനെ താങ്ങി നിർത്തുന്നതൊക്കെ, ബാലൻസ് ചെയ്യുന്നതൊക്കെ ആ അമ്മയാണ് ആ കുടുംബത്തിൽ. ഷീ സപ്പോർട്ട്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ഹർ ഫാമിലി. ഷീ ഗിവ്സ് ലവ്, വാംത്ത് ആൻഡ് കെയർ ടു ദ ചിൽഡ്രൻ. കുട്ടികൾക്ക് വാംത്ത് കൊടുക്കുന്നത്, സ്നേഹം, ഊഷ്മളത കൊടുക്കുന്നത്, അതുപോലെ കെയർ ഒക്കെ കൊടുക്കുന്നത് ഈ ഒരു അമ്മയാണ്. ഈ അമ്മ എന്ന് പറയുന്ന ഒരു ഫിഗർ ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. വിത്തൗട്ട് ഹർ ദ ഫാമിലി വിൽ ഫോൾ അപ്പാർട്ട്. അതുകൊണ്ടാണ് തൂണുകളാണ് അല്ലെങ്കിൽ റൂഫ് ആൻഡ് വാൾസ് എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട് അല്ലേ. ആ വീടിനെ കൃത്യമായിട്ട് സംരക്ഷിക്കുന്നതും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതും അവരെ കെയർ ചെയ്യുന്നതൊക്കെ ഈ അമ്മയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഷീ വർക്ക് സൈലന്റ്ലി വിത്തൗട്ട് കംപ്ലൈൻറ്റ്സ്. അതായത് ഒരു കംപ്ലൈൻറ്റ്, ഒരു കുറ്റം അല്ലെങ്കിൽ വേറെ പരാതികളൊന്നും പറയാതെ ആ വീടിന്
വേണ്ടിയിട്ട്, ആ കുടുംബത്തിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്ന ഒരാളാണ് അമ്മ. ഷീ മേക്സ് ദ ഹൗസ് എ സേഫ് പ്ലേസ്. ഹെർ റോൾ ഈസ് ഓഫൻ നോട്ട് വാല്യൂഡ് പ്രോപ്പർലി. പലപ്പോഴും അമ്മ അർഹിക്കുന്ന ഒരു വാല്യൂ നമ്മൾ പലപ്പോഴും കുടുംബത്തിനകത്ത് അമ്മക്ക് കിട്ടാറില്ല. ഷീ സാക്രിഫൈസസ് ഹെർ കംഫർട്ട് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷേക്സ് ദ ഡൗൺ എന്നിവിടെ പറയുന്നുണ്ടല്ലേ, തൂവൽ വിരിച്ചുകൊണ്ട് ഒരു പക്ഷിയെ പോലെ ഒരു ബേർഡിന്റെ സിംബോളിസം അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. ബെഡ് ഒരുക്കുന്നത് അല്ലെങ്കിൽ കംഫർട്ട് ഒരുക്കുന്നത് സ്വന്തം ശരീരത്തിന്റെ തൂവലുകൾ വിരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു പക്ഷി ചെയ്യുന്നത് പോലെ അമ്മയും തൻ്റെ തൂവലുകൾ പൊഴിക്കുക. അത് സാക്രിഫൈസിനെയാണ്, ത്യാഗത്തിനെയാണ് കാണിക്കുന്നത്. ദ പോയം ഹൈലൈറ്റ്സ് ദ മദേഴ്സ് ഇമ്പോർട്ടൻസ്. അതായത് ഒരു ഹൗസ് ഹോൾഡ് സെറ്റിങ്ങിൽ, ഒരു വീടിനകത്ത് ഒരു അമ്മ, ഒരു ഉമ്മ, ഒരു മദർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് കാണിക്കുന്ന ഒരു കവിതയാണ് എനി വുമൻ ബൈ കാത്തറിൻ ടൈനർ. ഓക്കെ, മൂന്നാമതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് മാച്ച് ബോക്സ് എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മളിവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. മാച്ച് ബോക്സിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട 10 പോയിന്റുകൾ ഞാൻ പറഞ്ഞുതരാം. വുമൻ ആർ കമ്പയർഡ് ടു മാച്ച് ബോക്സസ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമ്പാരിസൺ വന്നിരിക്കുന്നത്? ഇവിടെ മാച്ച് ബോക്സ് ആയിട്ട് സ്ത്രീകളെയാണ് പറയുന്നത്. നമ്മൾ പലപ്പോഴും വളരെ കെയർലെസ്ലി വലിച്ചെറിയുന്നതും അത്ര ഹാംഫുൾ ആണെന്ന് പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള ഒരു സാധനമാണ് ഈ മാച്ച് ബോക്സ് എന്ന് പറയുന്നത്. സ്ത്രീകളും അങ്ങനെ തന്നെയാണ്. പലപ്പോഴും വളരെ കെയർലെസ് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യപ്പെടുകയും വളരെ പ്രത്യേകിച്ച് ഇന്ത്യൻ ഹൗസ് ഹോൾഡിലൊക്കെ, ഇന്ത്യൻ കുടുംബ പശ്ചാത്തലത്തിലൊക്കെ വളരെ കെയർലെസ് ആയിട്ട് ഡീൽ ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ അവരോട് ആ ഒരു രീതിയിൽ പെരുമാറുന്ന രീതിയിലാണ് നമ്മുടെ ഇന്ത്യൻ കുടുംബ പശ്ചാത്തലങ്ങളുള്ളത്. പക്ഷെ ദേ ഹാവ് പവർ ബട്ട് ഡു നോട്ട് എക്സ്പ്രസ് ഇറ്റ്. അവരുടെ ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരസിക്കഴിഞ്ഞാൽ, നമ്മൾ വേടനൊക്കെ പറയുന്ന പോലെ ഒരു തരി മതി എന്ന് പറയുന്ന പോലെ തന്നെയാണ്, ശരിക്കും അവരുടെ ഉള്ളിൽ ഇമ്മൻസ് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ പലപ്പോഴും അത് എക്സ്പ്രസ് ചെയ്യപ്പെടാറില്ല. സൊസൈറ്റി കീപ്സ് വിമൻ സൈലന്റ് ആൻഡ് കൺട്രോൾഡ്. പലപ്പോഴും ഈ തീപ്പെട്ടിക്കൊള്ളികൾ പോലെ തന്നെയാണ്, അത് ഭയങ്കര കൺട്രോൾഡ് ആണ്, ഭയങ്കര സൈലന്റ് ആണ്. നമിത ഈസ് ട്രീറ്റഡ് അൺഫെയർലി ബൈ ഹെർ ഹസ്ബൻഡ്. ഇതിലുള്ള പ്രധാന ക്യാരക്ടറിന്റെ പേരാണ് നമിത. നമിത പലപ്പോഴും ഹസ്ബൻഡ് എന്ന് പറയുന്ന അജിത്ത് എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ഈ അജിത്തിനാൽ പലപ്പോഴും കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് നമിത. ഹെർ ഹസ്ബൻഡ് റീഡ്സ് ഹെർ ലെറ്റേഴ്സ് വിത്തൗട്ട് പെർമിഷൻ ഇല്ലാതെ അവളുടെ കത്തുകൾ വായിക്കുന്നു. ദിസ് ഷോസ് ദാറ്റ് ലാക്ക് ഓഫ് റെസ്പെക്ട് ഫോർ വിമൻ. സ്ത്രീകൾക്ക് പലപ്പോഴും ഇന്ത്യൻ ഹൗസ് ഹോൾഡ് സെറ്റിങ്ങിൽ കിട്ടാതെ പോകുന്ന ഒരു സാധനമാണ് റെസ്പെക്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ അർഹിക്കുന്ന ഒരു ബഹുമാനം. നമിത ഫീൽസ് ആംഗ്രി ആൻഡ് ഇൻസൾട്ടഡ്. ഷീ ട്രൈസ് ടു റെസിസ്റ്റ് ബട്ട് കൺട്രോൾ ഹെർസെൽഫ്. വുമൻ ഹൈഡ് ദർ ഇമോഷൻ ഇൻ ഫാമിലി ലൈഫ്. അതായത് പലപ്പോഴും സ്ത്രീകൾ അവരുടെ ഇമോഷൻസ് എന്താണ്, ട്രൂ ഇമോഷൻസ് എന്താണെന്നുള്ളത് കാണിക്കാൻ പറ്റാതെ സപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനും ഒരു സെറ്റിങ്ങും ഈ ഒരു കഥയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ഒരു കഥയുടെ ഏറ്റവും ക്ലൈമാക്സ് ഭാഗത്ത് സ്വന്തം സാരിത്തുമ്പ് നമിത ഇതിലൊരു തീ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അജിത്തിനെ ഒന്ന് പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സ്വന്തം സാരി തുമ്പ് കത്തിക്കുന്ന ഒരു ദൃശ്യം നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റും. അത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സപ്രസ്ഡ് പൊട്ടൻഷ്യൽ ആണ്, അല്ലെങ്കിൽ സപ്രസ്ഡ് ആങ്കർ ആണ്, സപ്രസ്ഡ് ഇമോഷൻസ് ആണ് ശരിക്കും അവിടെ കാണിച്ചു തരുന്നത്. ദ സ്റ്റോറി ഷോസ് ജെൻഡർ ഇനീക്വാലിറ്റി ഇൻ സൊസൈറ്റി. സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഫാമിലി കോണ്ടെക്സ്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ എത്രത്തോളം ഇനീക്വൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അവരെ ആ ഒരു രീതിയിലാണ് പലപ്പോഴും കുടുംബങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് അവർ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ ഇത്രയും പോയിന്റ്സ് നമുക്ക് അവിടെ കൊടുക്കാം. ഇതിൽ നിന്ന് സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്നുകിൽ നമിതയുടെ അല്ലെങ്കിൽ അജിത്തിന്റെ ക്യാരക്ടർ സ്കെച്ച്. അമ്മക്ക് നമിത എന്നാണ് ശരിക്കും നമിത എഴുതുന്ന ഒരു പേഴ്സണൽ ലെറ്റർ, പിന്നെ ഇതിലുള്ള ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, പിന്നെ ഒരു നറേറ്റീവ് ചോദിക്കാം, റിവ്യൂ ചോദിക്കാം, ബ്ലോഗ് പോസ്റ്റ് ചോദിക്കാം, അനൗൺസ്മെന്റ് ചോദിക്കാൻ ചാൻസ് ഇല്ല, പിന്നെ അഡ്വൈസ് ആൻഡ് സജഷൻസ് മോർ ലൈക്ക് ഒരു എന്താ പറയുക, ഒരു ഗ്രാമർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ പാരഗ്രാഫ്, അതായത് എന്തുകൊണ്ടാണ് ഇതിന് മാച്ച് ബോക്സ് എന്നുള്ള ടൈറ്റിൽ കൊടുക്കാനുള്ളത്, ടൈറ്റിൽ റെലവൻസ് എത്രത്തോളാണെന്നുള്ളത്, അങ്ങനെയുള്ള ടൈപ്പ് ചോദ്യങ്ങളും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു യൂണിറ്റിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററാണ് ഹൊറിഗല്ലു ബൈ സുധാമൂർത്തി. ഇതൊരു അനുഭവ കഥയാണ്, ഒരു അനക്ഡോട്ടാണ് നമ്മളവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്? ഈ ഹൊറിഗല്ലു എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റോൺ ബെഞ്ചാണ്, റെസ്റ്റ് ചെയ്യാൻ, അതായത് നമുക്ക് വിശ്രമിക്കാനൊക്കെ ഉള്ള ഒരു സ്റ്റോൺ ബെഞ്ചാണ്, ഒരു കൽത്തറയാണ് ശരിക്കും ഈ ഹൊറിഗല്ലു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇറ്റ് ഹെൽപ്സ് ടയേർഡ് ട്രാവലേഴ്സ് റിലാക്സ്. അതായത് വഴിയാത്രക്കാർക്കൊക്കെ ഇരിക്കാനുള്ളൊരു സ്റ്റോൺ ബെഞ്ചാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹൊറിഗല്ലു എന്ന് പറഞ്ഞ സാധനം. ഇറ്റ് സിംബിളൈസസ് ഇമോഷണൽ സപ്പോർട്ട്. പക്ഷേ അതിവിടെ പ്രതീകവൽക്കരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ശരിക്കും അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇമോഷണലി വേറൊരാളെ സപ്പോർട്ട് ചെയ്യുക. അതായത് ഒരു കൽത്തറയിൽ നമ്മൾ ഇരിക്കുന്ന പോലെ തന്നെ കുറച്ച് നേരത്തേക്കുള്ളൊരു വിശ്രമം നമ്മൾ ഇമോഷണലി കൂടെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആളുകൾക്കും ശരിക്കും ഹൊറിഗല്ലു ആകാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു കഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഗ്രാൻഡ് ഫാദർ ലിസൺസ് ടു പീപ്പിൾസ് പ്രോബ്ലം. നമ്മുടെ സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദർ മറ്റുള്ള ആളുകളുടെ പ്രശ്നങ്ങളുമായിട്ട് ലിസൺ ചെയ്യായിരുന്നു. ലിസണിങ് ഇറ്റ് സെൽഫ് ഗിവ്സ് റിലീഫ്. അതായത് ഞാനും നിങ്ങളോ അടങ്ങുന്നുള്ള ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും നമ്മളതൊരു കേട്ടിരിക്കുക എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തിലൂടെ തന്നെ നമുക്ക് വല്ലാത്ത റിലീഫ് കിട്ടും. രത്ന ഓൾസോ ഹെൽപ്സ് അതേഴ്സ് ബൈ ലിസണിങ്.
സുധാമൂർത്തി പിന്നീട് ബോംബെയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിനു ശേഷം അവിടെ ഓഫീസിൽ വെച്ചിട്ട് പരിചയപ്പെടുന്ന ഒരു ക്യാരക്ടറല്ല റിയൽ ലൈഫിലുള്ള ഒരാളാട്ടോ രത്ന എന്ന് പറയുന്നത്. രത്നയും ഇതേ ഒരു ക്വാളിറ്റി ഉണ്ട്, മറ്റുള്ളവരെ നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് വിലയിരുത്താതെ കേട്ടിരിക്കുക എന്ന് പറയുന്നത്. ഷീ ഡസ് നോട്ട് ഗിവ് അഡ്വൈസ്, ഓൺലി ലിസൺസ്. ഷെയറിംഗ് പ്രോബ്ലംസ് റെഡ്യൂസസ് മെന്റൽ ബർഡൻ. നമ്മുടെ മനസ്സിനകത്ത് നമ്മളൊക്കെ ഒരുപാട് ഭാരം കൊണ്ട് നടക്കുന്നുണ്ട്. ആ ഭാരത്തിന് കുറച്ച് നേരത്തേക്കെങ്കിലും ഇറക്കി വെക്കാൻ ഈ രത്നയെ പോലെയുള്ള ഗ്രാൻഡ് ഫാദറിനെ പോലെയുള്ള ക്യാരക്ടേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർ ശരിക്കും പറഞ്ഞാൽ ഹൊറിഗല്ലുമായിട്ട് ആക്ട് ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റോൺ ബെഞ്ച് എന്താണോ ചെയ്യുന്നത് അത് ഇമോഷണലി അല്ലെങ്കിൽ വൈകാരികമായിട്ട് ഒരു സ്റ്റോൺ ബെഞ്ചായിട്ട് മാറുക അല്ലെങ്കിൽ ഒരു ഹൊറിഗലുമായിട്ട് മാറുന്നതാണ് നമ്മുടെ ഗ്രാൻഡ് ഫാദർ ചെയ്യുന്നതും രത്ന ചെയ്യുന്നതും. കൈൻഡ്നസ് ആൻഡ് എംപതി ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ ലൈഫ്. എവ്രി വൺ ഷുഡ് ബിക്കം ലൈക്ക് ഹൊറിഗല്ലു. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഹൊറിഗല്ലു ആയി മാറണം എന്നുള്ളതും നമുക്കും മറ്റുള്ളവരിൽ ഹൊറിഗല്ലുകളെ കണ്ടെത്താമെന്നുള്ളതൊക്കെ കാണിച്ചു തരുന്ന ഒരു അനുഭവ കഥയാണ്, അനക്ഡോട്ടാണ് ഹൊറിഗല്ലു എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ഏറ്റവും സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ ചിലപ്പോൾ ഒരു മേയർക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മിനിസ്റ്ററിനോ അയക്കുന്ന ഒരു ഒഫീഷ്യൽ ലെറ്റർ അല്ലെങ്കിൽ ഒരു ലെറ്റർ ടു എഡിറ്ററും നല്ല സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആർട്ടിക്കിൾ, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ഗ്രാൻഡ് ഫാദറിന്റെ ക്യാരക്ടർ സ്കെച്ച്, ബ്ലോഗ്, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ് സുധാമൂർത്തിയുമായിട്ടുള്ള ഇന്റർവ്യൂ ക്വസ്റ്റ്യനെയർ, സ്പീച്ച്, ബ്ലർബ് റൈറ്റിംഗ്. അത് ബ്ലർബ് റൈറ്റിംഗ് നമുക്ക് വിശദമായിട്ട് നമ്മുടെ ലൈവിൽ പറയാം. ബ്ലർബ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഒരു പുസ്തകത്തിന്റെ ഏറ്റവും പുറകു വശത്തുള്ള അതിന്റെ പുറംചട്ടയിൽ എഴുതിയിരിക്കുന്ന ചെറിയൊരു കുറിപ്പാണ്, ആ പുസ്തകത്തിനെ കുറിച്ചുള്ള ചെറിയൊരു കുറിപ്പാണ് ബ്ലർബ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ നറേറ്റീവ് ആണ്, പിന്നെ പാരഗ്രാഫാണ്. അതായത് ഈ ഹൊറിഗല്ലുവിന്റെ റെലവൻസ് എത്രത്തോളാണെന്നുള്ളതാണ് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും അവസാനം നമ്മൾ പഠിച്ചു പോകേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് എവിടെ കിട്ടും, എവിടെ നിന്നാണ് നമ്മളിതൊക്കെ ഇതിന്റെ കൃത്യമായുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് ഒക്കെ കിട്ടുന്നതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ടെൻഷൻ ആവേണ്ട, ഇതത്രയും നമ്മൾ ഇനി വരാനിരിക്കുന്ന ലൈവുകൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഇനി ഗ്രാമർ ലൈവ് അല്ല, ഡിസ്കോസ് ലൈവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന ലൈവുകൾ ഇനി വരാനിരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഇനി എക്സാം എന്നാണോ അതുവരെ കൃത്യം 7 മണിക്ക് എല്ലാ ദിവസവും ലൈവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനി വരാനിരിക്കുന്ന ലൈവുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയും പോയിന്റുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ എക്സാം ഹോളിലേക്ക് പോയാൽ മതി, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കയ്യിൽ നിന്ന് പോകും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. നിങ്ങൾ ഇനി ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ അവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇതുവരെയായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊന്ന് ആലോചിക്കുക, പരിഗണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈവുകളിൽ വിശദമായിട്ട് കാണാം. സീ യു ദേർ. ബൈ ആൻഡ് താങ്ക് യു.